പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു. നിങ്ങൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ മുന്നേറുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ്, ഒരു പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആ ദൈവിക സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളായിരിക്കുന്നത് എവിടെയാണെങ്കിലും അവിടെ വെച്ച് യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാട്ടെ. ആമേൻ. ഇന്ന് നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇപ്രകാരം ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് കൈമാറുവാനിടയായി തീർന്നു. അവൻ ധാരാളമായി കാണിച്ച കൃപാദാനം നിമിത്തം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നിന്നാണ് ആ ഭാഗം കടന്നു വരുന്നത്. ഇന്ന് ഈ പ്രവചന ശുശ്രൂഷയിൽ, ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് തുടക്കത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ ധാരാളമായ ദൈവകൃപ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ലൗവിഷായ, പരിമിതികളില്ലാത്ത, ബൗണ്ടറികളില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിത്യമായി സന്തോഷം അനുഭവിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ദൈവകൃപ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ജീവിതത്തിന്മേൽ ചലഞ്ചുകളില്ല എന്നല്ല. ഇതിന്റെ അർത്ഥം ജീവിതത്തിൽ വിഷയങ്ങളില്ല എന്നല്ല. എന്നാൽ ഇതിനൊക്കെ ഉപരിയായി, അതിനൊക്കെ ഫാറഭാവായി നിങ്ങൾക്ക് ദൈവകൃപ അനുഭവിക്കുവാൻ പറ്റും. 5 അപ്പം യേശുവിന്റെ കയ്യിലിരിക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് 5000 കടന്നു വരുന്ന ജനമായിരുന്നു. എന്നാൽ ധാരാളമായ കൃപ വെളിപ്പെട്ടപ്പോൾ, ആമേൻ, 5 എന്നുള്ള അപ്പം 5000-ആയി വർദ്ധിച്ചു വന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പരിമിതികളിൽ നിന്നുകൊണ്ടായിരിക്കാം എന്നെ കാണുന്നത്, ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, നിങ്ങൾ അസാധാരണമാകുന്ന രീതിയിലുള്ള ദൈവിക ഫേവറുകൾ, ദൈവിക കരുതലുകൾ ഇന്നത്തെ ശുശ്രൂഷകൾ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ധാരാളമായി വെളിപ്പെടുന്ന ദൈവകൃപ നിങ്ങളുടെ രോഗത്തിന്റെ മേൽ വെളിപ്പെട്ടാൽ ആ രോഗം മാറിയിരിക്കും. ധാരാളമായി വെളിപ്പെടുന്ന ദൈവകൃപ നിങ്ങളുടെ ഫിനാൻസിന്റെ മേൽ വെളിപ്പെട്ടാൽ ആ ഫിനാൻസിന്റെ മേൽ വർധനവ് സംഭവിച്ചിരിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ, കരച്ചിലോടെ, വേദനയോടെ, നിരാശയോടെ, കർത്താവേ, ജീവിതത്തിന്റെ മേൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാതെ എല്ലാ മേഖലകളിലും ബന്ധിക്കപ്പെട്ടുകൊണ്ട് അടിമത്തത്തിന്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അടിമയായി എന്നെ കാണുന്നവരുണ്ട്. ആമേൻ. അതുപോലെ തന്നെ കർത്താവേ, അഡിക്ഷനാൽ ഭാരപ്പെട്ട്, ആമേൻ, അതിൽ നിന്ന് പുറത്തു വരണമെന്ന ആഗ്രഹമുണ്ട്. പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ എന്നെ കാണുന്നവരുണ്ട്. ഒരുപാട് മാതാപിതാക്കൾ അവർ കരയുന്നവരുണ്ട്. ഇവരെയൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. 5 അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അനുഗ്രഹിച്ച് 5000 പേർക്ക് കൊടുത്തപ്പോൾ സംതൃപ്തി വെളിപ്പെട്ടതുപോലെ ഇന്ന് എന്നെ കാണുന്ന ഈ ജനത്തിന്റെ മേൽ സംതൃപ്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പല കുടുംബങ്ങളുടെ മേലും ഈ സീസന്റെ മേൽ ദൈവിക സമൃദ്ധിയും സംതൃപ്തിയും
ഓരേ പോലെ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ മേൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയാണ്. രോഗമുള്ളവർ അവരുടെ രോഗമുള്ള ഭാഗത്തേക്ക് ഒന്ന് കൈയെടുത്ത് വെച്ചോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുന്നത് അടിപ്പിണരുകളാലുള്ള സൗഖ്യമാണ്. ആ ഹാർട്ട് ഇഷ്യൂ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആ ബ്ലഡിന്റെ ഇഷ്യൂ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആ മുഴകൾ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷപ്പെടട്ടെ. അത്ഭുതകരമാകുന്ന വിടുതൽ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ഭവനങ്ങളിൽ മേൽ വെളിപ്പെട്ട് വന്നിരിക്കയാൽ ഞങ്ങൾക്ക് മഹത്വം തരികയാണ്. അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. യാമേൻ, യാമേൻ. നമ്മളുടെ വിടുതലിൻ ശുശ്രൂഷകൾ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്തോ. എല്ലാ ദിവസവും കടന്നു വരുന്ന ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ്, ഈ വിടുതലിൻ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ മേലും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദമുണ്ട്. ആ പ്രവചന ശബ്ദം ഇപ്രകാരമാണ് ദൈവം എന്റെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നത്. വിധിയെ മാറ്റുന്ന ദൈവശക്തി. ആമേൻ. ഒന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിൽ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, വിധിയെ മാറ്റുന്ന ദൈവശക്തിയുണ്ട്. എന്നെ പലരും പ്രയർ ലൈനിൽ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രദറെ, എന്റെ വിധി എന്നല്ലാതെ എന്ത് പറയാനാണ്? ജീവിച്ച നാൾ തൊട്ട് അവൻ ജനിച്ച നാൾ തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിന്റെ മേൽ ഞാനൊരു സമാധാനം അനുഭവിച്ചിട്ടില്ല. ആമേൻ. എന്ന് നോക്കിക്കഴിഞ്ഞാലും ഫിനാൻഷ്യലായ ബുദ്ധിമുട്ടിൽ കൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആമേൻ. എന്തിനു പറയുന്നു? സ്വന്തം മക്കൾ മുഖത്തു നോക്കി ചിരിക്കുമ്പോൾ വരെ ചിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ ഇങ്ങനെ പറയുന്ന അനേകരുണ്ട്. സ്വന്തം മക്കൾ, കുഞ്ഞു മക്കൾ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്ന വിധി മുഖാന്തരം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ചിരിക്കാൻ പറ്റാതെ, ഒന്ന് സന്തോഷിക്കാൻ പറ്റാതെ, എന്തിനു പറയുന്നു, ആമേൻ, ഒരു റിഫ്രഷ് പോലും ജീവിതത്തിൽ ഇല്ലാതെ ഭാരപ്പെടുന്ന ഒരു കൂട്ടം സമൂഹം ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിൽ കടന്നു വന്നിട്ടുണ്ട്. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കുചേരുന്നത് അത് യാദൃശ്ചികമായിട്ടല്ല. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിന്റെ വിധിയെ ദൈവം മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിധിയെ ദൈവം മാറ്റും. ആമേൻ. റോഷമാന റംചൽ പ്രഭാല ഘടകസി. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. നിന്റെ വിധിയെ ദൈവം മാറ്റിയിരിക്കും. ആമേൻ. ബൈബിൾ പ്രകാരം വിധി എന്നത് മാറ്റമില്ലാത്ത ഒന്നല്ല. ലോകം പറയുന്നത് ഈ വിധി മാറ്റാൻ പറ്റുകയില്ലെന്നാണ്, ഈ ജാതകം മാറ്റാൻ പറ്റുകയില്ലെന്നാണ്. ഈ ജാതകം മുഖാന്തരം എന്നെ ഞാൻ ജനിച്ചപ്പോൾ തന്നെ എഴുതി വച്ച കൽപ്പന പ്രകാരം ഒരിക്കലും എനിക്ക് സന്തോഷമായി ഒരു കുടുംബ ജീവിതമില്ല എന്നാണ് പലരെ പറ്റിയും എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്മേൽ എന്തെഴുതി വെച്ചാലും, ആമേൻ, നിങ്ങളുടെ ജീവിതത്തെ പറ്റി ആര് എന്തൊക്കെ പറഞ്ഞാലും, ഒരുപക്ഷെ നിങ്ങളുടെ മാതാവായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ പിതാവായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹത്തിൽപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്ന വ്യക്തിയായിരിക്കാം. ആരൊക്കെ എന്തൊക്കെ നിന്റെ ഡെസ്റ്റിനിയെ പറ്റി വിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിധിയെ എന്റെ യേശുവിനെ മാറ്റാൻ പറ്റും. വിധി മുഖാന്തരം
കരയുന്ന പലരുണ്ട്. വിധി മുഖാന്തരം ഞെരുങ്ങുന്ന പലരുണ്ട്. വിധി മുഖാന്തരം ഫ്രീഡം അനുഭവിക്കാത്ത പല വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ആ വിധിയിൽ നിന്ന് എന്റെ ദൈവം ഇന്ന് ഏതു സമയത്താണോ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്, അതേ സമയത്ത് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗിൽ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത്. ഒന്നാമത്, പാരമ്പര്യമായി ലഭിച്ച വിധി. ആമേൻ. പാരമ്പര്യമായി വന്ന വിധി പല കുടുംബങ്ങളിൽ പല വ്യക്തികൾ പറയാറുള്ള കാര്യമാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൈമാറി കിട്ടിയതാണ്. ഇത് ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ നോക്കുക, ഉദാഹരണത്തിന് ഗിദെയോൻ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോൻ തന്റെ കുടുംബത്തിലെ ഏറ്റവും ചെറിയവനായിരുന്നു. ദാരിദ്ര്യവും വിഗ്രഹാരാധനയിൽ മുഴങ്ങിയ ഒരു പശ്ചാത്തലമായിരുന്നു അവന്റേത്. തോൽവി സംഭവിച്ച ഒരു കർഷകന്റെ കുടുംബത്തിൽ നിന്നാണ് അവൻ വരുന്നത്. ആമേൻ. എന്നാൽ അവനുള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന് വേണ്ടി അവൻ പുറത്തു നിൽക്കുകയാണ്. ആമേൻ. സകല കുടുംബങ്ങളും സകല ഇസ്രായേൽ ജനവും പരാജയം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു? മിദ്യാന്യരെ പേടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ഗുഹകളിലും ഗഹരങ്ങളിലും അഭയം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ലോക മനുഷ്യർ പറയും ഇതൊരു വിധിയാണ്. കാരണം ഇസ്രായേൽ ജനം വിതയ്ക്കും, അത് കൊയ്യുന്നത് മിദ്യാനായിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയല്ലേ? നിങ്ങൾ വിതയ്ക്കുന്നുണ്ട്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കതിന്റെ ഫലം തിന്നാൻ പറ്റാതെ വണ്ണം നിങ്ങൾ അതിനെ വിധി എന്നല്ലേ വിളിക്കുന്നത്? നിങ്ങളോടുള്ള ദൂത്, ആ വിധിയെ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയെങ്കിൽ അവൻ ദൈവം തുടച്ചു മാറ്റുകയാണ്. ചില കുടുംബങ്ങളുടെ ദാരിദ്ര്യത്തെ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം തുടച്ചു മാറ്റുകയാണ്. ഈ 2026 മാർച്ച് മാസത്തിലേക്ക്, അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വിധി മാറ്റുന്ന ദൈവശക്തി നിന്റെ ഭവനത്തിൽ ഇന്ന് തൊട്ട് വെളിപ്പെട്ടു വരികയാണ്. അമ്മേ, നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എന്റെ വിധിയെ ദൈവശക്തി തുടച്ചു മാറ്റും. ഞാൻ ദൈവിക സ്വാതന്ത്ര്യത്തിൽ ഇന്ന് തൊട്ട് നടക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ആ ദൈവശക്തി ഇന്ന് വെളിപ്പെട്ടു വരികയാണ്. പാരമ്പര്യമായി കടന്നു വന്ന വിധി എന്റെ ദൈവം തുടച്ചു മാറ്റുകയാണ്. നിങ്ങളുടെ കുടുംബ സാഹചര്യമല്ല, ദൈവത്തിന്റെ വിളിയാണ് നിങ്ങളുടെ വിധിയെ നിശ്ചയിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കുടുംബ സാഹചര്യമല്ല, നിങ്ങൾ ഇന്നായിരിക്കുന്ന ഈ ഒരു മേഖലയുമല്ല നിങ്ങളുടെ വിധിയെ നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ വിധിയെ നിശ്ചയിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ പറ്റി എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. രോഗവും, രണ്ടാമത് രോഗവും മരണമെന്ന വിധി. ആമേൻ. രോഗവും മരണമെന്ന വിധി. വൈദ്യശാസ്ത്രം പറയുന്നത് ഇനി രക്ഷയില്ലെന്നാണ്. വൈദ്യശാസ്ത്രം നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു വിധി കൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. എന്നാൽ അതിൽ നിന്ന് എന്റെ ദൈവം
നിങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ നൽകി തരുവാൻ വേണ്ടി പോകുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന സാഹചര്യം ഇതാണ്. 12 വർഷമായി രോഗിയായിരുന്ന സകല വൈദ്യന്മാർക്കും ഏറിയോന്ന് കൊടുത്തിട്ടും രോഗത്തിന്റെ മേൽ ഒരു വിടുതൽ കാണാത്ത ഒരു സഹോദരി, അവളുടെ വിധി അവളോട് പറയുന്നത് നീ സമൂഹത്തിന്റെ നടുവിൽ ഇറങ്ങി നടക്കരുതെന്നാണ്. അവളുടെ വിധി അവളോട് പറയുന്നത് നീ ഭവനത്തിൽ തന്നെ ഇരിക്കണമെന്നാണ്. അവളുടെ വിധി അവളോട് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ ഇനി രക്ഷയില്ല, വിടുതലില്ല, രോഗശമിക്കമില്ല എന്നാണ്. ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേൽ ഇതേ രീതിയിൽ വിധിക്കപ്പെട്ട അനുഭവങ്ങൾ ദൈവാത്മാവ് കാണുന്നു. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അവൻ ഒരു ദൈവിക മനുഷ്യൻ എന്ന രീതിയിൽ, ദൈവരാജ്യത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ സ്ഥാനാപതി എന്ന രീതിയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, രോഗമെന്ന വിധി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറട്ടെ. ആ രോഗം, പാരമ്പര്യമായി കടന്നു വന്ന രോഗം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. അവൾ അവളോട് തന്നെ പറഞ്ഞു യേശു ക്രിസ്തു ആ വഴിക്ക് വരുന്നുണ്ടോ എന്നുള്ള കേൾവി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു പോകും. ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊട്ടു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുന്നത് സൗഖ്യമാണ്. പക്ഷെ അവളോട് യഹൂദ സംസ്കാരം പറയുന്നത്, കൾച്ചർ പറയുന്നത്, നീ രക്തസ്രാവമുള്ള സ്ത്രീയാണ്, നീ തൊടുന്നത് മൊത്തം അശുദ്ധമായിരിക്കും, നീ കമ്മ്യൂണിറ്റിയുടെ നടുവിൽ പോകുവാൻ പറ്റുകയില്ലെന്നൊക്കെയാണ് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മത റിലീജിയൻ പറയുന്നത്. ഇതൊന്നും വകവയ്ക്കാതെ യേശുവിന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടപ്പോൾ അത്ഭുത സൗഖ്യം നടന്നതുപോലെ ആ രോഗമെന്ന ഘടകം, മരണമെന്ന വിധി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശു എടുത്തു മാറ്റുകയാണ്. മരിച്ചിട്ട് 4 ദിവസമായി. വിധി പറയുന്നത്, ലോകം പറയുന്നത് ഇനി അവിടെ ഒരു പുനരുത്ഥാനമില്ലെന്നാണ്, അവിടെ കൊണ്ട് തീർന്നു പോയെന്നാണ് ലാസറിന്റെ ലൈഫ്. എന്നാൽ ആ ഭവനത്തിലേക്ക് കടന്നു വന്ന യേശു അവൻ പുനരുത്ഥാനവും ജീവനുമുള്ളവനാകുന്നു. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇതേ ശബ്ദം അത് പുനരുത്ഥാനവും ജീവനും ഉള്ള ദൈവത്തിന്റെ വചനമാകയാൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്, ഇവിടുത്തെ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വകരമാകുന്ന ഈ വിടുതൽ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രകൃതിപരമായ തടസ്സങ്ങളല്ല, ദൈവത്തിന്റെ അമാനുഷികമാകുന്ന ശക്തിക്ക് മുമ്പിൽ ആമേൻ അവളോട് എഴുതപ്പെട്ട വിധി അവളുടെ ശരീരത്തിൽ നിന്ന് മാറി അവൾ പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. യേശു പ്രവാചകനായി തന്നെ തൊട്ടതാരാണ്? എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവളുടെ വിധിയെ മാറ്റുന്ന, അവളുടെ മരണത്തെ മാറ്റുന്ന, അവളുടെ രോഗത്തെ മാറ്റുന്ന അത്ഭുത സൗഖ്യം അവളുടെ മേൽ വെളിപ്പെട്ടു വന്നതുപോലെ ഇന്ന് വിടുതലും ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഇതേ അത്ഭുത വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ആമേൻ. മൂന്നാമത്, തകർച്ചയെ വിജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി. മൊർദെഖായി എന്ന് പറയുന്ന ഒരു വ്യക്തി പഴയ നിയമത്തിലുണ്ട്. മൊർദെഖായിക്കെതിരെ ഹാമാൻ തിരിയുവാനിടയായി തീർന്നു. മൊർദെഖായി സത്യദൈവത്തെ ആരാധിക്കുന്നവനാണ്. ഈ ഒറ്റ കാരണത്താൽ, ഹാമാന്റെ മുമ്പിൽ തലകുനിക്കാത്ത ഒറ്റ കാരണത്താൽ അവനെ കൊല്ലുവാൻ വേണ്ടി ഹാമാൻ തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹാമാൻ അന്ന് കാലഘട്ടത്തിൽ പ്ലാനുകൾ എല്ലാം ഉണ്ടാക്കി. ശത്രു എത്രത്തോളം പ്രബലമായി അവനെതിരെ പ്ലാനുകൾ ഉണ്ടാക്കിയോ ആ പ്ലാനുകളൊക്കെ ഉണ്ടാക്കി അവനെതിരെ നിൽക്കുകയാണ്. ഇന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ മക്കൾക്കെതിരെ ആരൊക്കെ പ്ലാനുകൾ ഉണ്ടാക്കിയാലും, ആരൊക്കെ നിനക്കെതിരെ നിന്നു കഴിഞ്ഞാലും, ആരൊക്കെ നിനക്കെതിരെ മന്ത്രവാദമോ ആഭിചാരമോ
കൂടോത്രമോ എന്തൊക്കെയായി നിന്ന് കഴിഞ്ഞാലും നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നോട് കൂടെയുള്ളത് മനുഷ്യനല്ല, നിന്നോട് കൂടെയുള്ളത് ഉണ്ടാകട്ടെ എന്ന വാക്യനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ യേശുവാണ്. ഹാമാൻ മൊർദെഖായിക്കെതിരെ തിരിയുവാനിടയായി തീർന്നു. എന്തിനു പറയുന്നു? രാജാവിനെ വരെ ഹാമാൻ ഇൻഫ്ലുവൻസ് ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ മൊർദെഖായിയുടെ ദൈവം മരിച്ചിട്ടില്ല. മൊർദെഖായിയുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങളോടുള്ള ദൂതും, നിന്റെ ദൈവം മരിച്ച ദൈവമല്ല, നിന്റെ ദൈവം കണ്ണുണ്ടായിട്ടും കാണാത്ത ദൈവമല്ല, നിന്റെ ദൈവം ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത ദൈവമല്ല, നിന്റെ ദൈവം വായുണ്ടായിട്ടും സംസാരിക്കാത്ത ദൈവമല്ല, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഹാമാൻ പ്ലാൻ എല്ലാം ചെയ്തുവെങ്കിലും മൊർദെഖായി ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ പ്രാർത്ഥിച്ചു. സംഭവിച്ചത് എന്താണെന്നറിയാമോ? കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ, കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹാമാൻ മൊർദെഖായിക്കെതിരെ ഉണ്ടാക്കിയ അതേ കഴുമരത്തിൽ ഹാമാൻ മരിക്കുവാനിടയായി തീർന്നു. മൊർദെഖായിക്കെതിരെ നിന്ന തടസ്സമെന്ന വിധി, തകർച്ച എന്ന വിധി ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് എന്റെ ദൈവം അതിനെ തിരിക്കുവാനിടയായി തീർന്നു. നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ദൈവത്തിന്റെ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന വിധികൾ ഇന്നത്തെ മെസ്സേജോടുകൂടെ, ഇന്നത്തെ വിടുതൽ ശുശ്രൂഷകളോടെ എന്റെ ദൈവം തിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. യേശുവിനെ അറിയുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നിങ്ങളെ കുടുംബത്തിലെ യേശുവിന്റെ മകനായി മാറുകയാണ്. യേശുവിന്റെ മകനായി മാറിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, പഴയതിന് അവന്റെ ജീവിതത്തിന്റെ മേൽ സ്ഥാനമില്ല. ഒരു നിമിഷം എന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവേ, ഞാനൊരു പാപി എന്നറിയുന്നു. ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം, ഈ ലോകത്തിന്റെ ഹിതപ്രകാരം ഞാൻ നടന്ന വ്യക്തിയാണ്. എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് വന്ന് അങ്ങ് വാഴണമേ. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയെ ഞാൻ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ നിങ്ങൾ ആ കുടുംബത്തിന്റെ അംഗമായി തീർന്നു. ആ കുടുംബത്തിലേക്ക്, ആ ദൈവിക കുടുംബത്തിലേക്ക് ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, ഈ സീസണിന്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഞായറാഴ്ച രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. പാലക്കാടുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന, JB റോഡിലുള്ള ജോബീസ് മോൾ എന്നറിയപ്പെടുന്ന ആ മാളിന്റെ 4ാം നിലയിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. സിൽവർ ഹോൾ എന്നറിയപ്പെടുന്ന ആ ഹോളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗിൽ നടക്കപ്പെടുന്നത്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വേറെ ചർച്ചിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ, വേറെ കൂട്ടായ്മയിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാത്ത വ്യക്തിയാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. God bless you all.